ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് അടിപൊളി റംസാൻ സ്പെഷ്യലായിട്ടൊരു അടിപൊളി നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ടൊരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. വെജിറ്റബിളും കൊണ്ടും ബ്രെഡും. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സൈഡത്തെ കട്ട് ചെയ്ത് ഞാൻ മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 മുട്ട എടുത്ത് അങ്ങനെ 2 മുട്ട ഞാൻ പാത്രത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി അതിനെ ബ്രെഡിനെ നന്നായിട്ട് മുക്കിയിട്ട് ആ പൊടിച്ചെടുത്ത ബ്രെഡിലോട്ട് മുക്കി എണ്ണയിലോട്ട് അങ്ങ് എടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതിനെല്ലാത്തിനും മുക്കി അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് ഒരു ഐറ്റംസ് റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വെജിറ്റബിൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു സകലം പട്ടാണി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പട്ടാണി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ക്യാരറ്റ്, 1 പച്ചമുളക്, 1 വലിയ ഉള്ളി. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടി ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് അങ്ങോട്ട് കത്തിക്കാം കേട്ടോ. അങ്ങനെ അടുപ്പ് കത്തിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, വെല്ലുള്ളി ഇട്ട് കൊടുത്തു, അങ്ങനെ പച്ചമുളകും. അങ്ങനെ ഇത് നന്നായിട്ട് നല്ലോണം അത് വാടണം കേട്ടോ. അതിൻ്റെ പച്ചയുടെ സ്മെല്ലൊക്കെ അങ്ങ് പോകണം. അങ്ങനെ പച്ചയുടെ സ്മെല്ലൊക്കെ പോയതിൻ്റെ ശേഷം ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. അങ്ങനെ അത് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നന്നായിട്ട് എൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എൻ്റെ പൊന്നെ. അപ്പോൾ നന്നായിട്ട് വരും കേട്ടോ. മല്ലിപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും പട്ടാണി ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് അതിനങ്ങോട്ട് ജോയിൻ്റ് ആക്കിങ്ങാണ്ട് അതിക്ക് മല്ലിച്ചപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പൊരിച്ച് വെച്ച ബ്രെഡിനെ അങ്ങ് എടുത്തിട്ട് അതിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അതിനങ്ങ് 1 ടീസ്പൂൺ വെച്ച് കൊടുത്ത് നിറച്ചു കേട്ടോ എൻ്റെ പൊന്നെ. ഇനി എണ്ണയിലിട്ട് പൊരിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ നല്ല ഫില്ല് ചെയ്യാനും പറ്റിയൊരു ഐറ്റംസാണ് ഇത്. ഇതേമാതിരി ഷവർമയും ചെയ്യുക കേട്ടോ. ഷവർമക്ക് മയോണൈസൊക്കെ തയ്യാറാക്കണം. അതുകൊണ്ട് ഞാൻ ഷവർമ അങ്ങ് മാറ്റി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ സെറ്റായിട്ടോ. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റംസാണ്. നോമ്പ് തുറക്ക സ്പെഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുന്ന ഒരു ഐറ്റംസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ സോസും ഇതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളി ടേസ്റ്റാണ് നോമ്പ് തുറക്ക് കഴിക്കാൻ ഒരു ഐറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.